ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പാലക്കാട് ബി.ജെ.പിയുടെ സകല പ്രതീക്ഷകളും തകർക്കുന്ന രൂപത്തിലേക്കാണ് സുരേഷ് ഗോപിയുടെ വിവാദ പ്രസംഗം എത്തിയിരിക്കുന്നത്. ഉദ്ഘാടനത്തിനെത്തുക എം.പി ആയിട്ടായിരിക്കില്ല, സിനിമാ നടനായിട്ടായിരിക്കുമെന്നും അതിനുള്ള പണം കൃത്യമായി എന്നുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് ബി.ജെ.പിക്ക് തിരിച്ചടിയായത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ആര് തന്നെയായാലും അവിടെ പ്രചാരണം നയിക്കാൻ പോകുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. ആ സുരേഷ് ഗോപിയുടെ പണത്തോടുള്ള താല്പര്യം കൂടി ചർച്ച ചെയ്യപ്പെടുന്ന തിരഞ്ഞെടുപ്പായിരിക്കും പാലക്കാട് നടക്കുക. UDF-ഉം ഇടതുപക്ഷവും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരിക്കും ബി.ജെ.പി ഇനി കടന്നാക്രമിക്കാൻ പോകുന്നത്. എന്നാൽ ഇവരുടെ ഈ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ്: ഉദ്ഘാടനത്തിനും മറ്റും വിളിക്കുമ്പോൾ MP ആണ് എന്ന് കരുതി ഫ്രീ ആയി വന്ന് ഉദ്ഘാടനം നടത്തുമെന്ന് വിചാരിക്കേണ്ട. സിനിമാ നടൻ മറ്റു സിനിമാ നടന്മാർക്ക് എന്താണോ കൊടുക്കുന്നത് അത് തന്നെ തനിക്കും നൽകണം എന്നുള്ളതാണ്. ആ പണം സുരേഷ് ഗോപി എന്താണ് ചെയ്യുന്നത്? ആ പണം ഉപയോഗിച്ച സുരേഷ് ഗോപി നിരവധി പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നിസ്സാര കാരണം പറഞ്ഞ പാലക്കാടിൽ സുരേഷ് ഗോപി നയിക്കുന്ന തിരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ആരും ശ്രമിക്കില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവം. അത് തന്നെയാണ് തൃശ്ശൂരിലും കണ്ടത്. സുരേഷ് ഗോപി ഒരു തവണ നിന്ന് തോൽപ്പെങ്കിൽ പോലും പിന്നീട് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് 70,000-ന് മുകളിൽ വോട്ടിലേക്ക് സുരേഷ് ഗോപി എന്ന ഒരു മനുഷ്യ സ്നേഹിയെ വിജയത്തിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെയാണ് പാലക്കാട്. കേരളം തന്നെ എടുക്കുമെന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് എങ്കിൽ അതിൽ കൃത്യമായ അജണ്ട ഉണ്ട്. കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് അക്കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കാൻ UDF-ഉം LDF-ഉം ഈ വാക്കുകൾ കടമെടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ നന്മ തിരിച്ചറിഞ്ഞവർ ഇതൊന്നും കണ്ട് സുരേഷ് ഗോപിക്കെതിരെ തിരിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നന്നായിരിക്കും.